പേര് രാജേഷ് കുമാർ എന്നാണ്. സമുദ്ര വാട്ടർ സൊല്യൂഷൻസ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 വർഷമായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണ്. ജലശുദ്ധീകരണ മേഖലകളിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ജലം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ശുദ്ധജലവും അശുദ്ധജലവും. കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം ശുദ്ധീകരിക്കും. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മേഖലയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നോക്കി നിൽക്കുമ്പോൾ 15 വർഷത്തിലേക്ക് ഇപ്പുറം ഏകദേശം തിരുവനന്തപുരത്തെ ഒരു 10,000-ഓളം ചെറുതും വലുതുമായ ക്ലയൻസും 25-ലധികം കോർ ടീം മെമ്പേഴ്സും ഒപ്പം തന്നെ 1000-ലധികം ചെറുതും വലുതുമായ പ്രോജക്റ്റോടുകൂടി വളരെ പ്രൗഡ്ലി ട്രിവാൻഡ്രത്തെ തന്നെ നമ്പർ 1 കമ്പനിയായി മാറിയിട്ടുണ്ട്. മെയിൻ ഹെഡ് ഓഫീസ് എന്നുള്ളതും നമ്മുടെ ട്രിവാൻഡ്രം പൂജപ്പുരയാണ്. പൂജപ്പുര ലൊക്കേറ്റ് ചെയ്താണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. ഞങ്ങളുടെ സേവനം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി ഡിസ്ട്രിക്റ്റുകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. സാറിന് എന്താണ് ഇൻസ്പയർ ചെയ്തത് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്? തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഒരു 16 വർഷത്തേക്ക് പുറകിലേക്ക് പോകാനൊരു കാരണമുണ്ട്. കാരണം വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന മേഖല 16 വർഷത്തിന് മുമ്പ് ഇത്രയധികം വികസിച്ചിട്ടില്ലായിരുന്നു. വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്നതും വാട്ടർ പ്യൂരിഫയേഴ്സ് എന്നതും വാട്ടർ ഫിൽറ്റേഴ്സ് എന്നതും അപ്പർ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ് പീപ്പിൾസിന് മാത്രമേ അറിയാറുണ്ടായിരുന്നുള്ളൂ. കാരണം ഗൾഫിലൊക്കെ ഇരുന്ന ആൾക്കാർക്ക് അറിയാം. സാർ ഗൾഫിലുണ്ടായിരുന്നു? അതെ, ഞാൻ 2 വർഷത്തോളം അവിടെ ഉപയോഗിക്കുന്ന ജലം കൃത്യമായി ഗൾഫിൽ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം. അവിടെ ജലത്തിന്റെ ക്വാളിറ്റി എന്താണെന്നും എന്താണ് ജലമെന്നും അതിന്റെ മൂല്യം എന്താണെന്നും കൃത്യമായി അറിയാമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് എവിടെ കുളിച്ചാലും ശുദ്ധജലം കിട്ടുന്ന ഒരു സമയമായിരുന്നു 10-15 വർഷത്തിന് മുമ്പ്. അതുകൊണ്ട് തന്നെ ജലം എന്താണെന്നോ അതിൻ്റെ കിട്ടുന്ന ലഭ്യത എന്താണെന്നോ അതിൻ്റെ മൂല്യം എന്താണോ ഇന്നും മലയാളികൾക്ക് ഒരുപക്ഷെ അറിയില്ല, പ്രത്യേകിച്ച് നല്ല ജലം കിട്ടുന്ന ആൾക്കാർക്ക്. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ജലത്തിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ ജലം കിട്ടുന്നതിൻ്റെ ജലത്തിൻ്റെ അമൂല്യമായ ആ സ്ഥാനവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. 15 വർഷത്തിന് മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. ആ സമയത്താണ് ഈ മേഖലയിലേക്ക് വന്നത്. അന്നൊരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം വാട്ടർ ഫിൽറ്റേഴ്സ് എന്തെന്നോ പ്യൂരിഫയേഴ്സ് എന്തെന്നോ സാധാരണ ജനങ്ങൾക്ക് അറിയാത്തൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്.